ഡിസൈനേഴ്സ്, ഒരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്? ലോഗോ എപ്പോഴും സിമ്പിൾ ആയിരിക്കണം. ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ലോഗോ ചിലപ്പോൾ വ്യൂവേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കാനും ഡിസ്ട്രാക്ട് ചെയ്യിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ ഒരു ലോഗോ എപ്പോഴും ആൾക്കാരുടെ മൈൻഡിൽ മെമ്മറബിൾ ആയിരിക്കണം. ആ ലോഗോയുടെ ചെറിയൊരു ഭാഗം കണ്ടാൽ തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റണം. നെഗറ്റീവ് സ്പേസ് യൂസ് ചെയ്യുന്നതിലൂടെയും ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് കളറിലൂടെ കൊണ്ടുവരുന്നതിലൂടെയും ടൈപ്പോഗ്രാഫി സെറ്റ് ചെയ്യുമ്പോൾ റീഡബിലിറ്റി ഉറപ്പുവരുത്തുന്നതിലൂടെയും നമുക്കൊരു ലോഗോയെ മെമ്മറബിൾ ആക്കാം. അതുപോലെ ലോഗോ ഒരു ബിസിനസ് കാർഡ് മുതൽ ബിൽ ബോർഡ്സ് വരെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ ഡിഫറെൻറ്റ് സൈസിൽ ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും അത് വർക്ക് ആവണം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അഡാപ്റ്റ് ആവുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യണം. ലോഗോ എല്ലാ സമയത്തും എഫക്റ്റീവായി നിലനിൽക്കണം. അതിന് പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ട്രെൻഡി എലമെന്റ്സുകൾ യൂസ് ചെയ്യാതിരിക്കുക. ലോഗോ ആ ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റി, വാല്യൂസ് ഇതിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കസ്റ്റമേഴ്സിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. മറ്റുള്ളവരോട് ഫീഡ്ബാക്ക് ചോദിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ മിസ്റ്റേക്കുകൾ കണ്ടെത്താൻ പറ്റുക. നമ്മളുടെ കൊളീഗ്സിനോടും ക്ലയൻസിനോടും കസ്റ്റമേഴ്സിനോടും ഫീഡ്ബാക്ക് ചോദിക്കുന്നതിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ ഡിസൈനിന് ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് മാറും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊരു ലോഗോക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബ്രാൻഡിനെ എഫക്റ്റീവായിട്ട് റെപ്രസെന്റ് ചെയ്യാനും അതേപോലെ അവരുടെ ഓഡിയൻസിന് ലാസ്റ്റിംഗ് ഇംപ്രഷൻ കൊണ്ടുവരാനും സാധിക്കും.